ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ അറബിക്കിൻ്റെ ആനുവൽ ഇവാലുവേഷൻ 2021-22 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. റെഡിയാണോ? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പൊതു നിർദ്ദേശങ്ങളെല്ലാം തന്നിട്ടുണ്ട്. എക്സാം എഴുതാനുള്ള സമയം എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്, 2 hours ആണ്. ഒന്നാമത്തെ ചോദ്യം ഒരു ബയാനാണ് തന്നിട്ടുള്ളത്. നെക്രോൽ ഫിക്ര വനുജീബു അൻ നസ്ലത്തിൽ താലിയ. താഴെയുള്ള ഫിക്ര വായിച്ചിട്ട് അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഫിക്ര ഒന്ന് വായിച്ചു നോക്കാം. വൈക്കം മുഹമ്മദ് ബഷീർ അദീബുൻ മഷ്ഹൂറിൻ. വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സാഹിത്യകാരനാണ്. ഉലിദ ബി തലയോലപ്പറമ്പ്. തലയോലപ്പറമ്പിലാണ് അദ്ദേഹം ജനിച്ചത്. ബി മുക്കാത്തകത്തി കോട്ടയം. കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിലാണ്. എന്നാണ് 1908 ജനിച്ചത്. വാലിദുഹു കായ് അബ്ദുറഹ്മാൻ. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് കായ് അബ്ദുറഹ്മാൻ എന്നാണ്. വാലിദത്തുഹു കുഞ്ഞാത്തുമ്മ. അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ പേര് കുഞ്ഞാത്തുമ്മ എന്നുമാണ്. ലുക്കിബ ബേപ്പൂർ സുൽത്താൻ. അദ്ദേഹത്തിൻ്റെ വിളിപ്പേര് എന്ന് പറയുന്നത്, സ്ഥാനപ്പേര് എന്ന് പറയുന്നത് ബേപ്പൂർ സുൽത്താൻ എന്നാണ്. ലഹു മുഅല്ലഫാത്തുൻ കസീറ. അദ്ദേഹത്തിന് ഒരുപാട് കൃതികളുണ്ട്, ഒരുപാട് രചനകളുണ്ട്. മിസില ഏതൊക്കെയാണ്? ഷാത്തു ഫാത്തിമ. ഫാത്തിമയുടെ ആടുകൾ. കാന ലി ഫീൽ. എൻ്റെ ഉപ്പൂപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു. റഫീഖത്തുൻ സ്വിബ. ബാല്യകാല സഖി. അദ്ദേഹം തൂഫി ബേപ്പൂർ ഫി ഹാമിസ് യൂലിയു സന അൽഫും വ തിസ്ഉമിയ അർബവും വ തിസ്ഊന മീലാദിയ. അദ്ദേഹം 1994 ജൂലൈ 5 വഫാത്തായത്, മരണപ്പെട്ടത് ബേപ്പൂർ വെച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഫിക്ര. അപ്പോൾ സാധാരണ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതുപോലെ ഒരു ഫിക്രയോ അല്ലെങ്കിൽ വല്ല മുദക്കിറയോ എന്തെങ്കിലും തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും കണ്ടെത്താനാണ് പറയാറുള്ളത്. അപ്പോൾ ഇങ്ങനെ കൂട്ടുകാർക്ക് കിട്ടുമ്പോൾ കൂട്ടുകാർ എന്താണോ തന്നിട്ടുള്ളത് അത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഉത്തരം എഴുതുക. ഇനി നമുക്ക് താഴെയുള്ള ചോദ്യങ്ങളിലേക്ക് പോകാം. ലുക്കിബ വൈക്കം മുഹമ്മദ് ബഷീർ. ബി. വൈക്കം മുഹമ്മദ് ബഷീറിനെ അറിയപ്പെടുന്നത് ബി ഇതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ്? കോട്ടയം സുൽത്താൻ, സുൽത്താൻ ഹിന്ദ്, കേരള സുൽത്താൻ, ബേപ്പൂർ സുൽത്താൻ. ഏതാണ് ശരിയായ ഉത്തരം? ബേപ്പൂർ സുൽത്താൻ എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിലെ അടുത്ത ചോദ്യം നോക്കൂ. നമ്മൾ ഒന്നാമത്തെ ചോദ്യം സ്കിപ്പ് ചെയ്തു അല്ലേ. ഫി അയ്യ മുഖാതത്യം വലുത വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ എവിടെയാണ് ജനിച്ചത്? കാലിക്കൂത്ത്, കണ്ണൂർ, കോട്ടയം, തൃശ്ശൂർ. ഉത്തരം കോട്ടയമാണ്. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മൻ അല്ലഫ കിതാബ് റഫീഖത്തു സിബ. ആരാണ് റഫീഖത്തു സിബ എന്നുള്ള കൃതി എഴുതിയത്? വൈക്കം മുഹമ്മദ് ബഷീർ, കമല സുരയ്യ, തോഹ ഹുസൈൻ, ജവഹർലാൽ നെഹ്റു. ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീറാണ്. ഇനി നാലാമത്തെ ചോദ്യം. തുവഫ ബേപ്പൂർ സുൽത്താൻ സെര. അദ്ദേഹം ഏത് വർഷമാണ് മരണപ്പെട്ടത്? 1994, 1908, 2004, 1918. അവിടെ ഉത്തരമായിട്ട് വരുന്നത് 1904 എന്നുള്ളത്, 1994 എന്നുള്ളതാണ്. അഞ്ചാമത്തെ ചോദ്യം. മാ ഹുവ സ്വഹീഹ്. ഏതാണ് ശരിയായത്? സുൽത്താൻ, 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 സുൽത്താൻ. ഏതാണ്? അവിടെ ബ ആണ്. സുൽത്താൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം അവിടെ ഉത്തരവ് കഴിഞ്ഞു. രണ്ടാമത്തെ സെക്ഷൻ നോക്കാം. 2 മുതൽ 8 വരെയുള്ള പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തേത് ഒരു ഹിവാറാണ് തന്നിട്ടുള്ളത്. നുക്കമ്മിലുൽ ഹിവാർ. നമുക്ക് ആ ഹിവാറ് പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഒരു പാരഗ്രാഫ് ഉണ്ട്, അത് ആദ്യം വായിക്കാം. എന്താണ് സംഭവം എന്ന് നമുക്ക് മനസ്സിലാക്കണം അല്ലേ, എന്നാൽ മാത്രമേ നമുക്ക് ഹിവാറ് പൂരിപ്പിക്കാൻ പറ്റുള്ളൂ. സാലിമ ബിൻതുൻ സ്വായിറ. സാലിമ എന്ന് പറയുന്നത് ഒരു ചെറിയ പെൺകുട്ടിയാണ്. ഓക്കെ. യൗമൻ ദഹലത്ത് ഫി ബുസ്താനി വറഅത്ത് ഫറാഷത്തൻ ജമീല. ഒരു ദിവസം അവൾ ബുസ്താനിലേക്ക്, ഗാർഡനിലേക്ക് പോയപ്പോൾ അവിടെ ഒരു ഭംഗിയുള്ള പൂമ്പാറ്റയെ കണ്ടു. റക്കലത്ത് വറാഹ വഹാവലത്ത് കബുലഹ. അവൾ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ചുറ്റും ഓടി. ഫക്കാലത്തിൽ വാലിദ്. അപ്പോൾ അവളുടെ ഉപ്പ പറഞ്ഞു, ലാ യാ ബിൻതി ഇർഹമി അൽ ഹൈവാനാത്ത്. അതിനെ പിടിക്കരുത്, നമ്മളെപ്പോഴും മൃഗങ്ങളോട് കരുണ കാണിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ ബിൻത്തും വാലിദും, ആ പെൺകുട്ടിയും അതിൻ്റെ ഉപ്പയും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട്, ബിൻത്ത് പറയുന്നുണ്ട്, ബിൻത്ത് എന്തോ പറയുന്നുണ്ട്, വാലിദ് ഉത്തരം പറയുന്നുണ്ട്, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ബിൻത്ത് എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? യെസ്, അസ്സലാമു അലൈക്കും എന്നാണ് അല്ലേ. വാലിദ് വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത് കഴിഞ്ഞിട്ട് എന്തോ എന്ന് ചോദിക്കുന്നുണ്ട്, പക്ഷെ ഉത്തരമായിട്ട് ബിൻത്ത് പറയുന്നുണ്ട് സെയിൻ അൽഹംദുലില്ലാ. അപ്പോൾ അവിടെ എന്താവും? കൈഫ ഹാലുക്കി എന്നാവും അല്ലേ. കൈഫ ഹാലുക്കി എന്നാണ് ചോദിക്കേണ്ടത്.
അപ്പോൾ ബിൻത്ത് സെയിൻ അൽഹംദുലില്ല എന്ന് പറയും. വാലിദ് ഇല ഐന, നീ എവിടേക്കാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബിൻത്ത് എന്താ പറയുക? ഇലൽ ബുസ്താൻ, ഞാൻ ബുസ്താനിലേക്കാണ് എന്ന് പറയും. വാലിദ് ലിമ, എന്തിനാണ് പോകുന്നത്? അപ്പോൾ ബിൻത്ത് പറയും ലിഖബ്ദൽ ഫറാഷ, എനിക്ക് ഫറാഷയെ പിടിക്കാനാണ് എന്ന് പറയും. അപ്പോൾ വാലിദ് പറയുന്നുണ്ട് ഡാഷ് ഇർഹമി അൽ ഹൈവാനാത്ത്, മൃഗങ്ങളോട് കരുണ കാണിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ എന്താ പറഞ്ഞത്? നമ്മുടെ ആ പാരഗ്രാഫിൽ തന്നിട്ടുണ്ട് ലാ യാ ബിൻതി, മോളെ നീ അത് ചെയ്യരുത്. പിന്നെ പെൺകുട്ടി പറയും നാം യാബി, ഓക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറയും. അപ്പോൾ വാലിദ് പറയും ഹസൻ, നല്ലതാണെന്ന് പറയും. അപ്പോൾ ഇങ്ങനെയാണ് കോൺവെർസേഷൻ എഴുതേണ്ടത്. കോൺവെർസേഷൻ എഴുതുമ്പോൾ ഒരെണ്ണം നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ റീപ്ലൈ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായിരിക്കും ചോദിക്കേണ്ടത് എന്നോ അല്ലെങ്കിൽ എന്താണ് അതിന് മറുപടി പറയേണ്ടത് എന്നോ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എഴുതുക. മൂന്നാമത്തത് അൽ ബയാനാത്തു ഷഹ്സിയയാണ്. നെക്രോൽ ഫിക്ര വനു ഇദ്ദുൽ ബയാനാത്തു ഷഹ്സിയ ലി APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാമിനെ കുറിച്ചിട്ടുള്ള ഒരു ബയാനാത്തു ഷഹ്സിയ, ഒരു പ്രൊഫൈലാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? ഒരു തർജുമത്തുൽ ഹയാത്താണ് അല്ലേ, അവരെ കുറിച്ചിട്ടുള്ള ഒരു ജീവചരിത്രമാണ്. അപ്പോൾ നമുക്കത് വായിച്ചു നോക്കാം. അദ്ദക്തൂർ APJ അബ്ദുൽ കലാം ആലിമുൻ മഷ്ഹൂറുൻ ഹിന്ദിയും. APJ അബ്ദുൽ കലാം എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ വളരെ പ്രസിദ്ധനായ ഒരു സയൻറ്റിസ്റ്റാണ്. ആലിം എന്ന് പറഞ്ഞാൽ സയൻറ്റിസ്റ്റാണ്. വാലിദുഹു സൈനുൽ ആബിദീൻ വ ഉമ്മുഹു ആഷിയാമ, അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ പേര് സൈനുൽ ആബിദീൻ എന്നും ഉമ്മയുടെ പേര് ആഷിയാമ എന്നുമാണ്. വുലിദ രാമേശ്വരം ബിബിലായത്ത് തമിഴ്നാട് ഫി 15 ഒക്ടോബർ സന 1931 മീലാദിയ. അദ്ദേഹം രാമേശ്വരത്താണ്, ബിബിലായത്ത് തമിഴ്നാട് ജില്ലയിലെ രാമേശ്വരത്താണ് ജനിച്ചത്. ഒക്ടോബർ 15 1931. ഇനി യോറഫു ബി റജുൽ സ്വാറൂഹ്, അദ്ദേഹത്തെ റജുൽ സ്വാറൂഹ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഖാന അബ്ദുൽ കലാം റഈസൻ ലിൽ ഹിന്ദ്, അദ്ദേഹം ഇന്ത്യയുടെ ആരായിരുന്നു? പ്രസിഡന്റ് ആയിരുന്നു. കിതാബ് മഷ്ഹൂറുൻ ഇസ്മുഹു, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധനായ ഒരു കിതാബാണ്, ഒരു ബുക്കാണ് അസ്നിഹത്തു മിനന്നാർ എന്നുള്ളത്. തോഫി അബ്ദുൽ കലാം ഫി 27 യൂലിയു ആം 2015 മീലാദിയ, അദ്ദേഹം 27 ജൂലൈയിലാണ് മരണപ്പെട്ടത് 2015. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഓരോന്നായിട്ട് നമ്മൾ എഴുതിയാൽ മതി. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കൂട്ടുകാർ നന്നായിട്ട് ശ്രദ്ധിച്ച ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാം. അൽ ഇസ്മുൽ കാമിൽ, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ, ഫസ്റ്റ് തന്നെ അദ്ദക്തൂർ APJ അബ്ദുൽ കലാം എന്നുള്ളതാണ്. ഇനി ഇസ്മു വാലിദ്, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ഇവിടെ തന്നിട്ടുണ്ട് സൈനുൽ ആബിദീൻ എന്ന്. ഇസ്മു വാലിദത്ത്, ഉമ്മയുടെ പേരെന്താണ്? ഉമ്മയുടെ പേര് അവിടെ പറഞ്ഞിട്ടുണ്ട് ഉമ്മുഹു എന്നാണ് പറഞ്ഞത്. ഇവിടെ ഇസ്മുൽ വാലിദത്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാലിദ് എന്ന് പറഞ്ഞാൽ പിതാവും വാലിദത്ത് എന്ന് പറഞ്ഞാൽ മാതാവുമാണ്. അപ്പോൾ ഇസ്മു വാലിദത്ത് എന്നുള്ളിടത്ത് നമ്മൾ ആഷിയാമ എന്ന് എഴുതി കൊടുക്കണം. താരിഖുൽ മീലാദ് അവിടെ തന്നിട്ടുണ്ട്. പിന്നെ എഴുതേണ്ടത് മക്കാനു മീലാദ്, അദ്ദേഹം എവിടെയാണ് ജനിച്ചത്? രാമേശ്വരത്താണ്. അപ്പോൾ നമുക്ക് രാമേശ്വരം വേണമെങ്കിൽ നിങ്ങൾക്കൊരു കോമ ഇട്ട് തമിഴ്നാട് എന്നും കൂടെ എഴുതി കൊടുക്കാം. അദ്ദേഹത്തിൻ്റെ മൻസിബ്, അദ്ദേഹത്തിൻ്റെ പദവി എന്തായിരുന്നു? റഹീസ് ജംഹൂരിയത്തിൽ ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. മുഅല്ലഫത്തുൽ മഷ്ഹൂർ, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ബുക്കിൻ്റെ പേരെന്താണ്? അജ്നിഹത്തു മിനന്നാർ. ഇനി താരീഖുൽ വഫാത്തും കൂടെ എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. അപ്പോൾ എന്താണോ ആരിനെക്കുറിച്ചാണോ തന്നിട്ടുള്ളത് നന്നായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഓരോന്നായിട്ട് നിങ്ങൾ ഉത്തരം എഴുതുക. ഇനി അടുത്തത് നോക്കൂ. നെക്രോൽ മുഫ്രദാത്ത് വനു ഇദു കഷ്ഫൻ ലിൽ ഫവാക്കി വൽ ഹദറവാത്ത്. ഇവിടെ ഒരുപാട് പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ഫവാക്കിയും ഹദറവാത്തും നമ്മൾ എഴുതണം. ഓക്കെ, അപ്പോൾ ഇവിടെ തുഫാഹത്ത്, ജസർ, മൽഫൂഫ്, ജുവാഫ, മൗസ്, പാമിയ, മാഞ്ച, ബക്കിൽ, ബുർത്തുക്കാൽ, റുമ്മാന, കിസ്സാ, സൂം. ഇവിടെ ഫവാക്കിഹയിൽ വരുന്ന ഏതൊക്കെയാണ്? ബുർത്തുക്കാൽ, തുഫാഹ, ജുവാഫ, മൗസ്, മാഞ്ച, റുമ്മാന. ഇനി ഹദറവാത്തിൽ വരുന്നതോ ബക്കിൽ, ജസർ, മൽഫൂഫ്, പാമിയ, കസാഹ്, സൂം. ഇത്രയുമാണ് വരുന്നത്. അപ്പോൾ കൂട്ടുകാർ ഈ ഒരു ഫവാക്കിയും ഹദറവാത്തും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പഠിച്ചു വെക്കണം. ഇനി അടുത്തൊരു ചോദ്യം നോക്കൂ. ഒരു കിസ്സയാണ് തന്നിട്ടുള്ളത്. നെക്രൗ തസ്രീഹാത്തു വനുറത്തിബുഹ അൽ കിസ്സ. ഇതിനെ ഒരു കിസ്സയായിട്ട് രൂപപ്പെടുത്തിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ജംബിൾഡ് ഓർഡർ ആയിട്ടാണ്, അഥവാ കറക്റ്റ് ഓർഡറിലല്ല തന്നിട്ടുള്ളത്. കറക്റ്റ് ഓർഡർ ആക്കിയിട്ട് എഴുതണം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വരുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദാത്ത ലൈലത്തിൻ ഹറജ ഉമർ റളിയല്ലാഹു അൻഹു മാഹദമിഹി. ഇനി അടുത്ത സെക്കൻഡ് ആയിട്ട് വരുന്നത് ഏതാണ്? സെമിയ ഉമർ റളിയല്ലാഹു അൻഹു കലാമൻ ഇംറാത്തൽ ഇബ്നത്തിഹ എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് തെക്കൂലുൽ ഉമ്മു കൗമിയ ബിൻത് അഹ്ലത്തി അല്ലബിൻ ബിൽ മാ. പിന്നെ അൽ ബിൻത് പറയുന്നുണ്ട് ലാ യാ ഉമ്മി നഹ്റ ഉമർ റളിയല്ലാഹു അൻഹു അൻ ഖൽത്തി അല്ലബിൻ ബിൽ മാ.
പിന്നെ വരുന്നത് അൽ ഉമ്മ പറയാണ് വീണ്ടും യാ ബിൻത് ലാ യറാന ഉമർ റളിയല്ലാഹു അൻഹു. അവസാനം അൽ ഇബ്നു പറയാണ് ഇദാ കാന ഉമർ റളിയല്ലാഹു അൻഹു ലാ യറാന ഫ ഇന്നല്ലാഹ യറാന. എന്താണ്, ഉമർ റളിയല്ലാഹു അൻഹു ചിലപ്പം കണ്ടെന്ന് വരില്ല, പക്ഷേ അള്ളാഹു എല്ലാം കാണും എന്ന് പറയാൻ. ഈ സ്റ്റോറി നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അപ്പോൾ കൂട്ടുകാർ ഇതൊന്ന് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇങ്ങനെ എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ ഓർഡർ ആക്കി എഴുതാൻ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവണം. ഇനി ഇതിനൊരു ഉൻവാന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉൻവാൻ എന്ന് പറഞ്ഞാൽ ഒരു തലക്കെട്ട്, അള്ളാഹു യറാന, അള്ളാഹു എല്ലാം കാണും എന്ന് പറഞ്ഞ തലക്കെട്ട് നിങ്ങൾക്ക് കൊടുക്കാം. ഇനി അവസാനത്തേത് ഒരു മന്ദൂമയാണ്. നെക്രോൽ മന്ദൂമാനോ നെക്തിഷുബു മിൻഹ സുത്തൂത്തു നാസിബു ബിമാനി വത്തസ്രീഹത്തില്ലാത്തി തഹ്ത. താഴെ തന്നിട്ടുള്ള മന്ദൂമ വായിക്കുക. അതിന് താഴെയുള്ള കുറേ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് പ്രസ്താവനയ്ക്ക് അനുസരിച്ചിട്ട് വരി കണ്ടുപിടിക്കാനാണ്. അപ്പോൾ കൂട്ടുകാർക്ക് അറിയാം, ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഫുൾ മീനിങ് കിട്ടിയില്ലെങ്കിലും ഇതേ സെയിം വേർഡ്സ് ഉണ്ടോ എന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ ഒന്നാമത്തത് നാദത്തിൻ നംലത്തു ഉഖ്തഹ ലിസാ ഇദഹ ഫി ഹംലത്തി ത്വാം ഹമലിത്വാം. അതിന് അനുയോജ്യമായത് നാദത്ത് അല ഉഖ്തിൻ ലഹ തൊയ്നുഹ ഫൽഹിംലുൽ മാൽ എന്നുള്ളതാണ് ശരിയായത്. രണ്ടാമത്തത് ജാ അൽ അഹ്വാനി ബിൽ ഹിബാലി ലിനക്കിരിത്വാം. അതിന് ശരിയായത് നാദത്ത് അല ലിഹ്വാനിഹ ജാ ഉ ജമി എം ബിൽ ഹിബാൽ. മൂന്നാമത്തത് നോക്കൂ, അന്നംലത്തൂല തസ്തതി ഉ അല ഹംലി ത്വാമി വഹ്ദഹ. അതിന് കറക്റ്റായിട്ടുള്ള ലൈൻ എന്ന് പറയുന്നത് ലം തസ്തതി ഹംല ത്വാം വഹ്ദഹ ഫൗക്കർ റിമാൽ എന്നുള്ളതാണ്. ഇനി അൽ ഖൈറു യഹ്തി ബി താവുൻ. അതിന് കറക്റ്റായിട്ടുള്ളത് തആവനു ജമീഉക്കും ഫൽ ഖൈറു യഹ്തി ബിൽ വിസ്വാൽ എന്നുള്ളതാണ്. അപ്പോൾ കൂട്ടുകാർ ഇതേ സെയിം നോക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. ഇനി അടുത്തത് നുലാഹിലു വനക്തുബു കമാഫിൽ മിസാൽ. താഴെ തന്നിട്ടുള്ളതിനെ പോലെ അതിന് താഴെയുള്ളത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. തെൽബിസുൽ ബിന്ദുൽ കുമാമ അന അൽബിസുൽ കുമാമ. എന്താണ് ഇവിടെ തെൽബിസുൽ ബിന്ദുൽ കുമാമ? പെൺകുട്ടി മാസ്ക് ധരിച്ചു. അത് നേരെ മാറ്റി എഴുതിയിട്ടുള്ളത് ഞാൻ മാസ്ക് ധരിച്ചു എന്നാണ്. അങ്ങനെയാണെങ്കിൽ യസിലുൽ വലതുൽ യദ്, യസിലുൽ വലദ് അൽ യദ്, കുട്ടി കൈ കഴുകി എന്നുള്ളത് ഞാൻ കൈ കഴുകി എന്നാക്കി മാറ്റണം. അപ്പോൾ അന അസിലു അൽബസു അല്ല സോറി അസിലുൽ യദ് എന്നാക്കി മാറ്റണം. ഓക്കെ, അഥവാ യസിലു അസിലു ആയിട്ട് മാറും, അത്ര എണ്ണേ ഉള്ളൂ. ഇനി യസ്റഉൽ അബുൽ ഹദറവാത്ത്. ഉപ്പ പച്ചക്കറികൾ കൃഷി ചെയ്തു. അത് അന അസ്റഹുൽ ഹദറവാത്ത് എന്നായിട്ട് മാറും. ഇനി തക്റഉ ദാരിസത്തു ജരീദ. സ്റ്റുഡൻറ്റ് എന്താണ് ജരീദ വായിച്ചു, ന്യൂസ് പേപ്പർ വായിച്ചു. അന അക്റഉൽ ജരീദ എന്നായിട്ട് മാറും. തുനല്ലിഫുൽ അൽ ബൈത്ത് അന ഉനല്ലിഫുൽ ബൈത്ത്. യുസായിദുൽ മുദരിസിൽ ആൾമ അന ഉസായിദുൽ ആൾമ എന്നായിട്ട് മാറും. വളരെ സിമ്പിളാണ്. ഇവിടെ തന്നിട്ടുള്ള ഏതാണോ വെർബ്, തുസായിദു ആണോ യുസായിദു ആണോ എന്തോ ആയിക്കോട്ടെ, അതിനെ നമ്മൾ ഉസായിദു ഉനല്ലിഫു അക്റഉ എന്നാക്കിയിട്ട് ഞാൻ എന്ന രീതിയിലാക്കി മാറ്റി എഴുതണം. ഇനി അൽ ബയാനാണ്. ലുലാഹിദുൽ അസ്വാത്തുൽ ഹൈവാനാത്ത് വനസിലുഹ ഇല സൂറത്തിൽ മുനാസിബ കമാഫിൽ മിസാൽ. ഇവിടെ ഓരോന്നിൻ്റെയും ഓരോ ഹൈവാനിൻ്റെയും സൗണ്ട് നോക്കിയിട്ട് മാച്ച് ചെയ്യാനാണ്. ഓക്കെ, യഹൂർ സൗർ അവിടെ തന്നിട്ടുണ്ടല്ലേ. രണ്ടാമത്തേത് എന്താണ്? യസ്വീഹു ആരാണ്? യസ്വീഹു ദീഖ്. മൂന്നാമത്തേത് എൻഎക്കുൽ ഉറാബ്, യസ് അറുൽ അസദ്, യമൂ ഉൽ കിത്ത്, എൻബഹുൽ കൽബ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു. എല്ലാ കൂട്ടുകാർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.